ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നവംബർ 24 നോക്കിയാലോ നമുക്ക്. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ആണ് എൻ്റെ മോട്ടിവേഷൻ. ഞാൻ എന്നും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നോട് അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കർണൂലാണ്. കർണൂൽ എവിടെയെന്നറിയോ? ആന്ധ്രാപ്രദേശ്. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കർണൂലാണ്. കർണൂൽ എന്ന് പറയുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ് ആണ്. കിട്ടിയല്ലോ. അടുത്തത് 2025 നവംബർ 24-ന് 2025 നവംബർ 24-ന് നാവികസേന കമ്മീഷൻ ചെയ്ത എന്താണ്? 2025 നവംബർ 24-ന് നാവികസേന കമ്മീഷൻ ചെയ്ത കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച അന്തർവാഹിനികളെ നേരിടാൻ ശേഷിയുള്ള പുതിയ കപ്പൽ. എന്തിനെ? അന്തർവാഹിനികളെ നേരിടാൻ ശേഷിയുള്ള പുതിയ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ INS മാഹിയാണ്. 2025 നവംബർ 24-ന് നാവികസേന കമ്മീഷൻ ചെയ്ത കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച അന്തർവാഹിനികളെ നേരിടാൻ ശേഷിയുള്ള പുതിയ കപ്പലാണ് ഏതെന്ന് പറയുന്നത്? INS മാഹി എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അടുത്തത് ഫിലിപ്പ് ഷാരിയോൾ മോട്ടോർ സ്പോർട്ട് ഗ്രൂപ്പ് നൽകുന്ന ജെന്റിൽമാൻ ഡ്രൈവർ ഓഫ് ദ ഇയർ 2025 പുരസ്കാരം നേടിയ തമിഴ് നടനാണ് ആരെന്ന് പറയുന്നത്? അജിത്ത് എന്ന് പറയുന്നത്. അപ്പോ ഫിലിപ്പ് ഷാരിയോൾ മോട്ടോർ സ്പോർട്ട് ഗ്രൂപ്പ് നൽകുന്ന ആരാണ്? ഫിലിപ്പ് ഷാരിയോൾ മോട്ടോർ സ്പോർട്ട് ഗ്രൂപ്പ് നൽകുന്ന ജെന്റിൽമാൻ ഡ്രൈവർ ഓഫ് ദ ഇയർ 2025 പുരസ്കാരം. ഏതാണ് ആ പുരസ്കാരം? ജെന്റിൽമാൻ ഡ്രൈവർ ഓഫ് ദ ഇയർ 2025 പുരസ്കാരം നേടിയ തമിഴ് നടൻ എന്ന് പറയുന്നത് ആരാണ്? അജിത്താണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഗ്ലോബൽ പീസ് ഓണർ പുരസ്കാരം. ഗ്ലോബൽ പീസ് ഓണർ പുരസ്കാരം നേടിയത് നിത അംബാനിയാണ്. ഗ്ലോബൽ പീസ് ഓണർ പുരസ്കാരം നേടിയത് ആർക്കാണ്? നിത അംബാനിക്കാണ്. റിലയൻസ് ഫൗണ്ടേഷനിലൂടെ രാഷ്ട്ര നിർമ്മാണത്തിന് നൽകിയ വിപുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സംഭാവനകൾക്കുമാണ് പുരസ്കാരം. റിലയൻസ് ഫൗണ്ടേഷനിലൂടെ രാഷ്ട്ര നിർമ്മാണത്തിന് നൽകിയ വിപുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ സംഭാവനകൾക്കുമാണ് ഈ ഗ്ലോബൽ പീസ് ഓണർ പുരസ്കാരം. അത് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? നിത അംബാനിക്കാണ്. ഇനി അതിർത്തി കടക്കുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാൻ BSF നിയമിക്കുന്ന പെൺപട. എന്താണ്? അതിർത്തി കടക്കുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാൻ BSF നിയമിക്കുന്ന പെൺപട എന്താ അറിയപ്പെടുന്നത്? ദുർഗ ഡ്രോൺ സ്ക്വാഡ്രൺ. എന്താണ്? ദുർഗ ഡ്രോൺ സ്ക്വാഡ്രൺ. എന്താണ്? ദുർഗ ഡ്രോൺ സ്ക്വാഡ്രൺ. അതിർത്തി കടക്കുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാൻ BSF നിയമിക്കുന്ന ആരാണ്? BSF നിയമിക്കുന്ന പെൺപടയാണ് ദുർഗ ഡ്രോൺ സ്ക്വാഡ്രൺ. ഓക്കെ, തെറ്റിപ്പോരുത്. ദുർഗ ഡ്രോൺ സ്ക്വാഡ്രൺ എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നുകൂടെ ഈ ഒരു പേജ് നോക്കി നോക്കാം അല്ലെ. നോക്കാം നമുക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണെന്നാ പറഞ്ഞേ? കർണൂലിലെ. കർണൂൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കർണൂൽ, ആന്ധ്രാപ്രദേശ് ആണ്. 2025 നവംബർ 24-ന് നാവികസേന കമ്മീഷൻ ചെയ്ത കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച അന്തർവാഹിനികളെ നേരിടാൻ ശേഷിയുള്ള പുതിയ കപ്പലാണ് INS മാഹി. ഫിലിപ്പ് ഷാരിയോൾ മോട്ടോർ സ്പോർട്ട് ഗ്രൂപ്പ് നൽകുന്ന ജെന്റിൽമാൻ ഡ്രൈവർ ഓഫ് ദ ഇയർ 2025 പുരസ്കാരം നേടിയ
തമിഴ് നടനാണ് അജിത്ത്. ഗ്ലോബൽ പീസ് ഓണർ പുരസ്കാരം നേടിയത് നിത അംബാനി. റിലയൻസ് ഫൗണ്ടേഷനിലൂടെ രാഷ്ട്ര നിർമ്മാണത്തിന് നൽകിയ വിപുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സംഭാവനകൾക്കുമാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിർത്തി കടക്കുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാൻ BSF നിയമിക്കുന്ന പെൺപട ദുർഗ ഡ്രോൺ സ്ക്വാഡ്രൺ എന്നുള്ളതാണ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോ നെക്സ്റ്റ് പേജ് നോക്കാം നമുക്ക്. അണുബോംബ് സ്ഫോടനങ്ങളെയും കഠിനമായ കാലാവസ്ഥയെയും ചെറുക്കാൻ ശേഷിയുള്ള ഒഴുകുന്ന ദ്വീപ് 2025 പ്രവർത്തനക്ഷമമാക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പൊ എന്താണ്? അണുബോംബ് സ്ഫോടനങ്ങളെയും കഠിനമായ കാലാവസ്ഥയെയും ചെറുക്കാൻ ശേഷിയുള്ള ഒഴുകുന്ന ദ്വീപ്, എന്താണ്? ഒഴുകുന്ന ദ്വീപ് 2025 പ്രവർത്തനക്ഷമമാക്കുന്ന രാജ്യം എന്തിനെയാണ്? അണുബോംബ് സ്ഫോടനങ്ങളെയും കഠിനമായ കാലാവസ്ഥയെയും ചെറുക്കാൻ ശേഷിയുള്ള ഒഴുകുന്ന ദ്വീപ് 2025 പ്രവർത്തനക്ഷമമാക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഇനി ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ AI അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി അവതരിപ്പിച്ചത് ഗൂഗിൾ ആണ്. ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ട് AI അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ, എന്താ അതിന് പറയുന്നത്? റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി അവതരിപ്പിച്ചത് ഗൂഗിൾ ആണ്. ആരാണ്? ഗൂഗിൾ ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്തത്, അടുത്തിടെ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായ മൗണ്ട് സെമീരു സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തിടെ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായ മൗണ്ട് സെമേരു സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ. അടുത്തിടെ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായ മൗണ്ട് സമേരു സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത്, മൗണ്ട് സെമേരു സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, എങ്ങനെ? 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഏത് രാജ്യത്തെ പൗരന്മാർക്കാണ് ഇന്ത്യ ടൂറിസ്റ്റ് വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങിയത്? ആർക്കാണ്? ചൈനക്ക്. അല്ലെ? 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഏത് രാജ്യത്തെ പൗരന്മാർക്കാണ് ഇന്ത്യ ടൂറിസ്റ്റ് വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങിയത്? ചൈനയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, മാവോയിസ്റ്റുകൾ തങ്ങളുടെ പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം തടയുന്നതിനായി ഓപ്പറേഷൻ സംഭവ് ആരംഭിച്ച സംസ്ഥാനം. മാവോയിസ്റ്റുകൾ തങ്ങളുടെ പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം തടയുന്നതിനായി ഓപ്പറേഷൻ സംഭവ് ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്. രണ്ടാമതാണ് ആന്ധ്രാപ്രദേശ് വരുന്നത് അല്ലെ, നമ്മൾ പഠിച്ചിട്ട്. ഓക്കെ, കർണൂൽ ഓർമ്മയുണ്ടല്ലോ. ഇനി മാവോയിസ്റ്റുകൾ തങ്ങളുടെ പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം തടയുന്നതിനായി ഓപ്പറേഷൻ സംഭവ് ആരംഭിച്ച എന്താണ് സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ പേജ് നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. അണുബോംബ് സ്ഫോടനങ്ങളെയും കഠിനമായ കാലാവസ്ഥയെയും ചെറുക്കാൻ ശേഷിയുള്ള ഒഴുകുന്ന ദ്വീപ് 2025 പ്രവർത്തനക്ഷമമാക്കുന്ന രാജ്യം ചൈനയാണ്. ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ AI അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി. അപ്പൊ ഈ റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി എന്തിനു വേണ്ടിയിട്ടാണ്? ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ അല്ലെ. അത് AI അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജിയാണ്. ഇത് അവതരിപ്പിച്ചത് ആരാണ്? ഗൂഗിൾ ആണ് അല്ലെ. ഗൂഗിൾ ആണ് അവതരിപ്പിച്ചത്. അടുത്തിടെ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായ മൗണ്ട് സെമേരു സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, എത്ര വർഷം? 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഏത് രാജ്യത്തെ പൗരന്മാർക്കാണ് ഇന്ത്യ ടൂറിസ്റ്റ് വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങിയത്? ചൈനക്കാണ്. നെക്സ്റ്റ്, മാവോയിസ്റ്റുകൾ തങ്ങളുടെ പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം തടയുന്നതിനായി ഓപ്പറേഷൻ സംഭവ് ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശ് ആണ്. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കാണ്, 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഒന്ന് പറഞ്ഞേ, അതൊന്ന് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഹരിയാനയിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പൊ സുപ്രീം കോടതിയുടെ
അൻപത്തിമൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഹരിയാനയിൽ നിന്നുള്ള, എവിടെ നിന്നുള്ള, ഹരിയാനയിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇനി 2025 വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയത് നമ്മുടെ ഇന്ത്യയാണ്. 2025 വനിതാ കബഡി ലോകകപ്പ്, എന്താണ്, വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. ക്യാപ്റ്റൻ റീത്ത നേഗിയാണ്. ആരായിരുന്നു ക്യാപ്റ്റൻ? റീത്ത നേഗി. 2025 വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. ക്യാപ്റ്റൻ റീത്ത നേഗിയാണ്. ഓക്കെ. ഇനി അടുത്തത് 2025 നവംബറിൽ കേരള ബാങ്കിന്റെ പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റ് ആരാണ്? പി മോഹനൻ. ആരാണ്? 2025 നവംബറിൽ കേരള ബാങ്കിന്റെ പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റ്, കേരള ബാങ്കിന്റെ പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റ് ആരാണ്? പി മോഹനൻ. വൈസ് പ്രസിഡന്റ് ടി വി രാജേഷ് ആണ്. വൈസ് പ്രസിഡന്റ് ടി വി രാജേഷും പി മോഹനൻ എന്താണ്? പ്രസിഡന്റ് അല്ലെ. കേരള ബാങ്കിന്റെ പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റ് പി മോഹനനും വൈസ് പ്രസിഡന്റ് ടി വി രാജേഷും ആണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ, അതായത് COP30 അല്ലെ, ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഭൂപേന്ദർ യാദവ് ആണ്. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ COP30 ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഭൂപേന്ദർ യാദവ് ആണ്. ആരാണ്? ഭൂപേന്ദർ യാദവ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി, കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഏതെങ്കിലും ഒരു മന്ത്രിയായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷെ നമ്മോട് ചോദിക്കാം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ആരാണ്, അതുപോലെ കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി ആരാണ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ആരെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് വല്ല, ഇനിയിപ്പോ ഇന്ത്യ സന്ദർശിച്ച ആരെങ്കിലും, ഏതെങ്കിലും രാജ്യത്തെ പ്രധാനമന്ത്രിമാര് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആകുമ്പോൾ ആ പ്രധാനമന്ത്രിമാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഇന്ത്യ സന്ദർശിച്ചത് എന്ന് ചിലപ്പോൾ വരണം എന്നില്ല, പക്ഷെ അവിടുത്തെ പ്രധാനമന്ത്രി ആര്, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ. അപ്പോ ഇത് ശ്രദ്ധിക്കുക. ഭൂപേന്ദർ യാദവ് എന്ന് പറയുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി, അതുപോലെ കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രിയാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ പ്രത്യേകത? 2025 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പേജ് ഒന്നുകൂടെ നോക്കാം നമുക്ക്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. 52ാമത് ആരാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. ദെൻ ഹരിയാനയിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹം. 2025 വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. ക്യാപ്റ്റൻ റീത്ത നേഗിയാണ്. 2025 നവംബറിൽ കേരള ബാങ്കിന്റെ പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റ് പി മോഹനനും വൈസ് പ്രസിഡന്റ് ടി വി രാജേഷും ആണ്. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ, അതായത് COP30 ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഭൂപേന്ദർ യാദവ്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി, കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ. അപ്പൊ ഇത്രയും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നും പറയുന്നത് പോലെ നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇടക്കിടക്ക് എടുത്ത് റിവൈസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 11:30 എന്തുണ്ടാവും, ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ നമുക്ക് പോൾ എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം അവിടെ പോയിട്ട് 10 മാർക്കിന്റെ പോൾ എക്സാം ആയിരിക്കും. ആ 10 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ശരി, താങ്ക് യു.